എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10th മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു ഒരു ചാപത്തിലെ കേന്ദ്രകോൺ അല്ലേ, ആ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും മറു ചാപത്തിൽ ഉണ്ടാകുന്ന കോണിന്റെ അളവ് എന്ന്. അതായത് ഇത് സി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ചാപത്തിലെ കോണിന്റെ അളവ് എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും C/2 ആണെന്ന് കണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ഇവിടെ കൺസിഡർ ചെയ്യാണ്. അതാ ഇവിടെ ഒരു ചാപം, ഇതാണ് ഇവിടുത്തെ ചാപം, ഇതാണ് ചാപം. ദെൻ അവിടുത്തെ സെൻട്രൽ ആംഗിൾ C ആണ്. ദെൻ വേറൊരു പോയിന്റ്, നമ്മൾ ഇവിടെ ഒരു പോയിന്റാണ് എടുത്തത്, അതല്ല അതിന് വേറൊരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണ് എങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇതെന്ന് പറഞ്ഞിരിക്കുന്ന റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ് അല്ലേ. അപ്പൊ നമുക്കറിയാം കോണുകൾ ഏതൊക്കെ കോണുകളാണ്. ഈ കോൺ നമ്മൾ എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും അല്ലേ. അപ്പൊ എന്താണ് പുറം കോൺ ഏതായിട്ട് വരും? ഇതാണ് പുറം കോൺ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായിട്ട് വരും? 2x വരും. എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2x വരും. അതായത് ഇത്ര എന്ന് പറഞ്ഞിരുന്നത് പുറം കോണാണ്, അതെന്താണ് 2x ആയിട്ട് വന്നു. നമുക്കറിയാം ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെൻട്രൽ ആംഗിൾ ആണല്ലേ. അപ്പം സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എത്രയായിട്ട് എഴുതാം? സെൻട്രൽ ആംഗിൾ ഇവിടെ 2x ആണെന്ന് കണ്ടു അല്ലേ. തന്നെ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാകുന്ന ചാപം അല്ലേ. ആ ചാപത്തിൽ ഒരു കോണാണല്ലോ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ആംഗിൾ ഓൺ ദ സർക്കിൾ അല്ലേ. ആംഗിൾ ഓൺ ദ സർക്കിൾ എങ്ങനെ എഴുതാം? ആംഗിൾ ഓൺ ദ സർക്കിൾ നമുക്കിവിടെ ഓൾറെഡി അറിയാം എക്സ് ആണ്. അപ്പൊ സെൻട്രൽ ആംഗിൾ 2x ആണ്. അതിന്റെ പകുതിയാണല്ലോ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും ഈ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓപ്പോസിറ്റ് മറു ചാപത്തിൽ ഉണ്ടാകുന്ന പോയിന്റിലെ കോണിന്റെ അളവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. ക്ലിയർ ആയല്ലോ? ദെൻ ഇത് നമ്മൾ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യും. നമ്മൾ ആദ്യമേ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, അതാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ രണ്ടാമതായി ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, അതും ആംഗിൾ സെൻട്രൽ ആംഗിളിന്റെ പകുതി വന്നുകൊണ്ട്. ഇനി അതുപോലെ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പം ആർക്ക് ഇതാണ്, ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഇവിടെ വന്നു. ദെൻ വേറൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു, അതിന്റെ ആംഗിൾ ഇതാണ്. അപ്പം ഇതിന്റെ പകുതിയായിരിക്കുമോ ഇതെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്ക്, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ, നമ്മൾ ഈ പോയിന്റിൽ നിന്നും സെൻട്രലിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. നോക്കി, ഇത് ഞാൻ എക്സ് ആയിട്ട് എടുത്തു ഇല്ല, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പം ഇതും ഞാൻ എക്സ് ആയിട്ട് എടുക്കുവാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിന്റെ പുറത്തെ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വരും? ഔട്ടർ ആംഗിൾ എത്ര വരും? ഇങ്ങനെ നീട്ടി വരയ്ക്കുന്നതായിരിക്കും ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ ഒരു ട്രയാംഗിളിനെ സംബന്ധിച്ചുള്ള അതിന്റെ ഔട്ടർ ആംഗിൾ ഇതാണ് ഇല്ലേ. അപ്പൊ എത്രയായിട്ട് വരും? അത് 2x ആയിട്ട് വരും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ദെൻ അതുപോലെ തന്നെ നോക്കിയേ, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ് നമ്മൾ കണ്ടു ഇല്ലേ. അപ്പം ഈ ഒരു ട്രയാംഗിളിനെ സംബന്ധിച്ചോളം ഇവിടുത്തെ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിട്ട് വരും? ടോട്ടൽ ആംഗിൾ ഞാൻ സപ്പോസ് y എന്ന് എടുത്തു. അപ്പം ഈ ആംഗിൾ ഒന്ന് തന്നെയായിരിക്കും, y തന്നെയായിരിക്കുമല്ലോ. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? അപ്പം ഈ ഒരു ട്രയാംഗിളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും വരും ഇല്ലേ, എത്രയും വരും. അതായത് ഏതാണ്? 2y എന്ന് എടുക്കാം. നമുക്ക് എന്തോരം മതി? ഇത്രയും മതി ഇല്ലേ. ഇവിടെ നമുക്കറിയാം ഇത് 2x ആണ്, ഇത് ഇത്ര എന്താണ്? 2y ആണ്. അപ്പൊ നമുക്ക് ഇത്ര എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? ഈ സെൻട്രൽ ആംഗിൾ ഇല്ലേ, സെൻട്രൽ ആംഗിൾ C എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? ടോട്ടൽ 2y ആണ്. 2y നിന്നും 2x കുറച്ചാൽ പോരെ അല്ലേ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × y - x എന്ന് വരും. സെൻട്രൽ ആംഗിൾ എന്തിനു വന്നു? 2 × y - x അല്ലേ. ഇത്രയും 2 × y - x എന്ന് വന്നു. ക്ലിയർ ആയല്ലോ? ഇനി അതുപോലെ നമുക്കറിയാം, നമുക്ക് എന്താണ് ഇവിടെ ആംഗിൾ ഓൺ ദ സർക്കിൾ അല്ലേ. അപ്പൊ ആംഗിൾ ഓൺ ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ ആണ് വരുന്നത്. ആംഗിൾ ഓൺ ദ സർക്കിൾ ഇതാണ്. അപ്പൊ ടോട്ടൽ ഇവിടെ y ആണെന്നറിയാം, ഇവിടെ x ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ ഓൺ ദ സർക്കിൾ അല്ലേ. ആംഗിൾ ഓൺ ദ സർക്കിൾ എത്ര വരും? ടോട്ടൽ നമുക്കറിയാം, ഇവിടെ നമ്മൾ y ആയിട്ട് എടുത്തു. ദെൻ ഇതെന്താണ്? ഇത്രയും x ആണ്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്ത് വരും? y - x എന്ന് വരും ഇല്ലേ. y - x എന്ന് വരും. എന്താ നോക്കിയേ, y - x ആണ് മറ്റേ സെൻട്രൽ ആംഗിൾ, 2 × y - x ആണ്. അപ്പൊ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയല്ലേ ഈ ഒരു കേസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ്, നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്തു. ആ സർക്കിളിൽ ഒരു ചാപം ഇല്ല, ഒരു ആർക്ക് കൺസിഡർ ചെയ്തു. ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ നമുക്കറിയാം. അപ്പൊ അതുപോലെ തന്നെ മറു ആർക്കിലുണ്ടാകുന്ന മറു ചാപത്തിലെ പല പല പോയിന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളും കൺസിഡർ ചെയ്തു. അതെങ്ങനെയായിരിക്കും? സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഒരു വൃത്തം നമ്മൾ കൺസിഡർ ചെയ്തു. അത് അതിന്റെ ഒരു ചാപാണ് ഇത്ര എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ചാപാണിത്. അവിടെ ഉണ്ടാകുന്ന ഏതൊരു പോയിന്റും ഇല്ലേ, ഏതൊരു പോയിന്റും ഉണ്ട്. ആ ഒരു പോയിന്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ, സപ്പോസ് ഇതാന്ന് ചോദിച്ചു, ഈ ഒരു ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ ഇതാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ഇല്ല. ഇതെന്ന് പറയുന്നത് C/2 ആയിരിക്കും, ഇതും C/2 ആയിരിക്കും, ഇതും C/2 ആയിരിക്കും, ഇതും C/2 ആയിരിക്കും. കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ായാലോ? അതുപോലെ തന്നെ ആ ആംഗിളും എല്ലാം എങ്ങനെയായിരിക്കും? ഈക്വലും ആയിരിക്കും. വൃത്തത്തിലെ ഒരു ചാപം മറു ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമായിരിക്കും.
വൃത്തത്തിൽ ഒരു ചാപം ഉണ്ടല്ലോ, അപ്പം മറു ചാപത്തിലും കുറെ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും? അവിടുത്തെ കോണുകളൊക്കെ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഇത് 120 ആവുകയാണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും ഇത് 60, ഇതും 60 ആയിരിക്കും, ഇതും 60 ആയിരിക്കും, ഇതും 60 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതൊരു റൂളാണ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ അടുത്തൊരു കേസ് കൺസിഡർ ചെയ്യുവാണ്. നമ്മൾ ഇത്ര നേരം കണ്ടത് സർക്കിൾ ഇങ്ങനെ കൺസിഡർ ചെയ്തു. സെൻട്രൽ ആംഗിൾ ഒരു ചെറിയ പോർഷൻ, അതായത് എങ്ങനെ നമുക്ക് എടുക്കാം? ഒരു ചെറിയൊരു പോർഷനായിട്ട് നമ്മൾ ഇത്രയാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ ആയിട്ട് എടുത്തത്. ഇനി ഇത്രയും പോർഷൻ നമ്മൾ എടുക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ആർക്കായിട്ട് കേട്ടോ. ഇത് നമ്മൾ മെയിൻ ആർക്കായിട്ട് കൺസിഡർ ചെയ്തു. അവിടുത്തെ സെൻട്രൽ ആംഗിൾ ഇത്രയും പോർഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആർക്ക് ഏതാണ്? ഇതാണ് അവിടുത്തെ ഓപ്പോസിറ്റ് ആർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അവിടുത്തെ ഒരു പോയിന്റ് സപ്പോസ് ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ദെൻ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? ഇവിടുത്തെ ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കേട്ടോ. ഞാൻ നേരെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. ഞാൻ അതങ്ങ് നീട്ടി അങ്ങ് വരയ്ക്കാണ് കേട്ടോ. ആ ലൈൻ അങ്ങോട്ട് നീട്ടി വരച്ചു. അപ്പൊ നമുക്കറിയാം ഇതെന്താണ്? റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ, ആ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഞാൻ എക്സ് ആക്കി എടുത്തു. അപ്പൊ ഇതെന്തായിരിക്കും? ഇതും എക്സ് ആയിരിക്കും. അപ്പം ഇതിനെ സംബന്ധിച്ചുള്ള അതിന്റെ ഔട്ടർ ആംഗിൾ ഏതാണ്? ഇത്രയും വരും ഇല്ലേ? ഇത്രയാണ് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എത്രയായിരിക്കും? 2x ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ രണ്ടും തുല്യാണല്ലോ. അപ്പൊ ഇത്രയും ഭാഗം എന്ന് വെച്ചാൽ y ആയിരിക്കും. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് y ആയിരിക്കും. അതിന്റെ ഔട്ടർ ആംഗിൾ ഏതാണ്? ഇത്രയും പോർഷനാണ്. അതെന്തായിട്ട് വരും? 2y ആയിട്ട് വരും. അപ്പൊ ഈ 2x-ഉം 2y-യും കൂടെ ചേർന്നാണല്ലോ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതാം? സെൻട്രൽ ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2x plus 2y ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into x plus y എന്ന് എഴുതി. ദെൻ അവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾ നോക്കിയേ. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് എക്സ് ആണ്, ഇത്ര എക്സ് ആണ്, ഇത്രയും y ആണ്. അപ്പൊ ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് വൈ എന്ന് വരുമല്ലോ. അതായത് ആംഗിൾ ഓൺ ദ സർക്കിൾ അല്ലെ? ആംഗിൾ ഓൺ ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് പ്ലസ് വൈ എന്ന് വരും. അപ്പൊ ഇതും ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മളിവിടെ ഒരു വലിയൊരു ആർക്ക് കൺസിഡർ ചെയ്താലും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ആർക്കിൽ ഒരു പോയിന്റ് എടുത്താലും ഇവിടുത്തെ ഇതിന്റെ പകുതി ആയിരിക്കും. അപ്പൊ ഇത് സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും ഇവിടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിലും പറയാം കേട്ടോ. അതാ നോക്കി ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ ഈ ഒരു ചാപം നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ഒരു ചാപം നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ അവിടുത്തെ സെൻട്രൽ ആംഗിൾ ആണ് ഇത്. അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന c/2 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പം അതാണ് സെൻട്രൽ ആംഗിൾ കൺസിഡർ ചെയ്തു. അതായത് ഈ ഒരു ആർക്ക്, ഇത്രയും വലിയൊരു ആർക്ക് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ അതിന്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ ഇതാണ്. അപ്പം അതിന്റെ പകുതി ആയിരിക്കും ഇവിടുത്തെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് c/2 ആയിരിക്കും. അതായത് അത് രണ്ടും എങ്ങനെയാണ്? അവിടുത്തെ കോണുകൾ എങ്ങനെയായിരിക്കും? അനുപൂരകങ്ങളാണെന്ന് പറയാം കേട്ടോ. വൃത്തത്തിലെ ഒരു ചാപം അതേ ചാപത്തിലും മറു ചാപത്തിലും ഉണ്ടാക്കുന്ന ഏത് ജോഡി കോണുകളും എങ്ങനെയായിരിക്കും? അനുപൂരകമായിരിക്കും. അല്ലെങ്കിൽ എന്താണ്? സപ്ലിമെന്ററി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ അടുത്തൊരു കേസ് കൺസിഡർ ചെയ്യുവാണ്. ഒരു ചാപം, ഈ ഒരു ചാപം കണ്ടോ? ഈ ഒരു ചാപം നമ്മൾ കൺസിഡർ ചെയ്തു. ഈ ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ ഇത് ഇത്രയും വരും. ഇത് സെൻട്രൽ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ കേന്ദ്രകോൺ ഇത്രയും വരുമല്ലോ. ആ കേന്ദ്രകോൺ എത്രയാണ്? സി ആണ് കേന്ദ്രകോൺ. എത്രയായിട്ട് വരും? 180 ഡിഗ്രി. കേന്ദ്രകോൺ 180 ഡിഗ്രി ആയിട്ട് വന്നു. ക്ലിയർ ആയല്ലോ? നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടത് 180-നേക്കാളും കുറവായിട്ടുള്ള കേന്ദ്രകോൺ കണ്ടു, 180-നേക്കാളും കൂടുതലായിട്ടുള്ള കേസും കണ്ടു ഇല്ലേ? ഇനി 180 അവിടുത്തെ സെൻട്രൽ ആംഗിൾ 180 ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വരും നോക്കാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലെ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ അവിടുത്തെ കോണും കണ്ടു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടങ്ങ് വരയ്ക്കുകയാണ്. ഇങ്ങോട്ടങ്ങ് വരച്ചു. അപ്പം നമുക്കറിയാം ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ് ഇല്ല? അപ്പം ഇത്രയും പോർഷൻ ഇതാണ് എക്സ് ആയിട്ട് എടുത്തു. അപ്പം ഇതും എക്സ് തന്നെയായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇതിനെ ഞാൻ ഇങ്ങോട്ടങ്ങ് നീട്ടി ഇല്ല? ഇങ്ങോട്ടങ്ങ് നീട്ടി വരച്ചു. അപ്പം എന്താണ്? ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചോളം അതിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതെന്തായിട്ട് വരും? 2x ആയിട്ട് വരും. ക്ലിയർ ആയല്ലോ? ദെൻ ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പം ഇതെന്താണ്? ഇത് y ആയിട്ട് എടുത്തു, ഇതും y ആയിട്ട് എടുത്തു. ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇത്രയും പോർഷൻ വരും അല്ലേ? അപ്പം അതെന്താണ്? അത് 2y ആയിട്ടും വരും. ക്ലിയർ ആയല്ലോ? അപ്പം അതാ നോക്കിയേ, സെൻട്രൽ ആംഗിൾ വാല്യൂ എത്ര വരും? സെൻട്രൽ ആംഗിൾ that is equal to 2x plus 2y വരും. that is equal to 2 into x plus y എന്നും വരും. ക്ലിയർ ആയല്ലോ? ഇനി ആംഗിൾ ഓൺ ദ സർക്കിൾ നോക്കിയേ. ആംഗിൾ ഓൺ ദ സർക്കിൾ എത്രയായിട്ട് വന്നു? ഇത് x ആണ്, ഇത് y ആണ് അല്ലേ?
അപ്പൊ എത്ര വന്നു? ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ. ആംഗിൾ ഓൺ ദ സർക്കിൾ എന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ ആന്ന് വന്നു. നമുക്കറിയാം ഈ സെൻട്രൽ ആംഗിൾ എത്രയാണ്? സെൻട്രൽ ആംഗിൾ സി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്നുണ്ട്. അത് എത്രയായിട്ട് വന്നു? 180 ആന്ന് വന്നു. ഇല്ല, 180 ആന്ന് വന്നു. അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് സി ആണല്ലോ, ഇതിന്റെ പകുതി ആയിരിക്കുമല്ലോ സി ബൈ ടു. അതായത് സി ബൈ ടു എത്രയായിട്ട് വരും? സി ബൈ ടു ഈസ് ഈക്വൽ ടു എന്നാണ് എക്സ് പ്ലസ് വൈ എന്ന് വരും ഇല്ലേ? 2 പോയും എക്സ് പ്ലസ് വൈ എന്ന് വരും. അതായത് 180/2 എന്ന് വരും. 90 ഡിഗ്രി വരും. അതായത് ഇവിടുത്തെ ആംഗിൾ എത്രയാണ് വരുന്നത്? 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഈ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ക്ലിയർ ആയല്ലോ? അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനൊരു പേര് കൊടുക്കുവാണ്, പി ക്യു ആർ എന്ന് പേര് കൊടുക്കുവാണ്. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ കേസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൺസിഡർ ചെയ്യാം കേട്ടോ. പി ക്യു ആർ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആണെന്നറിയാം ഇല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു 180 എന്നറിയാം. ആംഗിൾ പി ഇതാണ്, എക്സ് ആണ്. ദെൻ ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, വൈ ആണ്. ആംഗിൾ ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് വരും? എക്സ് പ്ലസ് വൈ എന്ന് വരും ഇല്ല? അപ്പം 2x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 180 ഉണ്ട്, ഈക്വൽ ടു 180 എന്ന് വരും. ഓർ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 2 വെളിയിലെടുക്കും. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ 180 വരും. ഓർ എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ 180 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വരും. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? മട്ടത്രികോണമായില്ലേ? മനസ്സിലാവുന്നുണ്ട്. അപ്പം എന്താണ്? സെൻട്രൽ ആംഗിൾ ഒരു ചാപത്തിന്റെ, ഇതാണ് നമ്മുടെ ചാപം, ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ അതായത് സി ബൈ ടു എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. അപ്പം ഇവിടുന്ന് ഏതൊരു പോയിന്റ് ഇവിടെ എടുത്താലും അവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ അതും ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. ഇഫ് യു ജോയിൻ ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിന്റ് ഓൺ ദ സർക്കിൾ വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ കേട്ടോ. അർദ്ധവൃത്തത്തിലെ ആറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതെങ്കിലും ബിന്ദുവുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ എന്തായിരിക്കും? മട്ടമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം അർദ്ധവൃത്തത്തിലെ കോൺ എന്തായിരിക്കും? മട്ടമായിരിക്കും. അതായത് സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എതിർ ചാപത്തിലെ കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതാണ് കൺസെപ്റ്റ്. അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ ഏതൊരു കോൺ എടുത്തു കഴിഞ്ഞാലും, അർദ്ധവൃത്തമാണ്, സെമി സർക്കിൾ ആണ്, അവിടുത്തെ ഏതൊരു കോൺ എടുത്താലും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. ഇതൊക്കെ പോയിന്റുകളാണ്. ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പിക്ചറിലുള്ളത് കേട്ടോ. നമ്മളൊരു ആർക്ക് കൺസിഡർ ചെയ്തു. ദെൻ അതിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഏതൊരു പോയിന്റിലും ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് എന്ന് പറഞ്ഞു. ഇത് സി ആണെന്നുണ്ടെങ്കിൽ ഇത് സി ബൈ 2 ആയിരിക്കും ഇല്ലേ? അതുപോലെ തന്നെ ഇവിടെ സി ആണ്. ദെൻ അവിടുത്തെ ഏതൊരു പോയിന്റിൽ വന്നു കഴിഞ്ഞാലും അതിന്റെ അളവ് എങ്ങനെയായിരിക്കും? പകുതിയായിരിക്കും. അതായത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. പിന്നെ എന്താണ്? ഒരു സെമി സർക്കിൾ അല്ലേ, അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിന്റെ എന്താണ്? അവിടുത്തെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി 180 ഡിഗ്രിയാലും കൂടുതലാവുകയാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കും എങ്ങനെയായിരിക്കും? സി ബൈ 2 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എന്താ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ദെൻ ഇത് നമ്മൾ സി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് സി ബൈ 2 ആയിരിക്കും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 41 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഈസ് ഷോൺ. ഓരോ പിക്ചറിലും ഓരോ ആർക്കിന് സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇൻ ഈച്ച് കാൽക്കുലേറ്റ് ദ ആംഗിൾസ് വിച്ച് ദ ആർക്ക് മേക്സ് അറ്റ് ദ അതർ 2 പോയിന്റ്സ്. അപ്പോൾ ഓരോ കേസിലും മറ്റേ പോയിന്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. അപ്പോൾ അത് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് കേസിൽ നോക്കിയേ, ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ 100 ആണ് തന്നിട്ടുണ്ട് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 100/2 ആയിരിക്കും. അതായത് ഇവിടെ കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? 50 ആയിരിക്കും അല്ലേ? സെൻട്രൽ ആംഗിൾ ഓഫ് നമുക്ക് ഇതാണ് ഫസ്റ്റ് ആർക്ക് എന്ന് പറയുന്നത്. ഈ ആർക്കിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 ആർക്ക് ഉണ്ട് കേട്ടോ. ചെറിയ ആർക്കിന് നമുക്ക് മൈനർ ആർക്ക് എന്ന് പറയാം കേട്ടോ. വലിയ ആർക്കിന് നമുക്ക് മേജർ ആർക്ക് എന്നും വേണമെങ്കിൽ പറയാം. അപ്പം വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സെൻട്രൽ ആംഗിൾ ഓൺ ദ മൈനർ ആർക്ക് എന്ന് കൊടുക്കാം കേട്ടോ. ചെറിയ ആർക്ക് ആയതുകൊണ്ട് മൈനർ ആർക്ക് എന്ന് കൊടുക്കാം. എത്രയാണ്? 100 ഡിഗ്രി എന്ന് വന്നു ഇല്ലേ? അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ അടുത്ത ആംഗിൾ ഇത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ മെയ്ഡ് ബൈ ദ, നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ മെയ്ഡ് ബൈ ദ പോയിന്റ്സ് അല്ലേ? മെയ്ഡ് ബൈ ദ പോയിന്റ് ഓൺ ദ അതർ ആർക്ക്.
ആംഗിൾ മെയ്ഡ് ബൈ ദ പോയിന്റ്സ് ഓൺ ദ അതർ ആർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു C/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി നമുക്ക് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇത് ഇനി ഞാൻ നോക്കി. ഇനി അടുത്ത എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടുത്തെ ഈ ആംഗിൾ കണ്ടുപിടിക്കണം ഇല്ലേ? ഇനി മേജർ ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ ആർക്കിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇത്രയും വലിയ ആർക്കിനെ നമുക്ക് മേജർ ആർക്കായിട്ട് കൺസിഡർ ചെയ്യാം ഇല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? സെൻട്രൽ ആംഗിൾ ഓൺ ദ മേജർ ആർക്ക്. സെൻട്രൽ ആംഗിൾ ഓൺ ദ മേജർ ആർക്ക് എത്ര വരും? ഇത്രയും 100 ആണ്. നമുക്കറിയാം ടോട്ടൽ ആംഗിൾ എത്രയാണ് വരുന്നത്? 360 ആണ് വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? 360 മൈനസ് 100 ചെയ്താൽ മതിയല്ലോ. 360 മൈനസ് 100 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 260 വരും. അതായത് ഇത്രയും എത്ര വന്നു? 260 വന്നു. ക്ലിയർ ആയല്ലോ? ഇനി അതിന്റെ പകുതി ആയിരിക്കുമല്ലോ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ മെയ്ഡ് ബൈ ദ പോയിന്റ്സ്. ഇതിന്റെ കേസിലോട്ടോ, മേജർ ആർക്കിന്റെ കേസിലാണ് കേട്ടോ. പോയിന്റ്സ് ഓൺ അതർ ആംഗിൾ എന്ന് പറയാം. പോയിന്റ്സ് ഓൺ ദ അതർ ആംഗിൾ. മേജർ ആർക്കിന്റെ കേസിലാണ് കേട്ടോ. അതർ ആംഗിൾ ഈസ് ഈക്വൽ ടു 260 ഡിവൈഡ് ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പൊ എത്ര വരും ആംഗിൾ? 130 ഡിഗ്രി എന്ന് വരില്ല. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 130 ഡിഗ്രിയാണ്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ കേസിൽ നോക്കിയേ. ഇതാ ഇവിടുത്തെ തന്നിട്ടുണ്ട് അല്ലേ? ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മേജർ. ഇതാണ് നമ്മുടെ മേജർ കേട്ടോ. മേജർ ആർക്ക് ഇതാണ്. സെൻട്രൽ ആംഗിൾ ഓൺ ദ മേജർ ആർക്ക് എന്ന് എഴുതാം കേട്ടോ. സെൻട്രൽ ആംഗിൾ ഓൺ ദ മേജർ ആർക്ക്. മേജർ ആർക്കിൽ എത്രയാണ് വരുന്നത്? 240 ആന്ന് കണ്ടു അല്ലേ? നമുക്ക് എന്ത് പറയാം? ആംഗിൾ അല്ലേ? ആംഗിൾ മെയ്ഡ് ബൈ ദ പോയിന്റ്സ് ഓൺ ദ അതർ ആർക്ക്. പോയിന്റ്സ് ഓൺ ദ അതർ അല്ലേ? അതർ ആർക്ക് എത്രയാണ് വരുന്നത്? 240 ആണ്. അതിന്റെ പകുതി ആയിരിക്കും. അതായത് 240/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 120 ഡിഗ്രി എന്ന് വരും. അതായത് ഇത് എത്രയാണ്? 120 ഡിഗ്രി എന്ന് വന്നു. ക്ലിയർ ആയല്ലോ? ഇനി മൈനർ ആർക്ക് ഇതാണ് ഇല്ലേ? മൈനർ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഇതാണ് ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? സെൻട്രൽ ആംഗിൾ ഓൺ ദ മൈനർ ആർക്ക്. മൈനർ ആർക്ക് എത്ര നമുക്ക് എഴുതാം? നമുക്കറിയാം ടോട്ടൽ 360 ആണ്. അപ്പൊ നമുക്കറിയാം 360 മൈനസ് 240 ഇല്ലേ? എത്ര വരും? 120 വരും ഇല്ല? അപ്പം ഇതും എത്രയാണ് വരുന്നത്? 120 ഡിഗ്രി വരും. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ്? ഈ ആംഗിൾ അല്ല കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്താണ്? ആംഗിൾ മെയ്ഡ് ബൈ ദ പോയിന്റ്സ് ഓൺ ദ അതർ ആർക്ക്. പോയിന്റ്സ് ഓൺ ദ അതർ ആർക്ക്. അതർ ആർക്ക് എന്ന് പറയുമ്പോൾ മൈനർ ആർക്കിന്റെ കേസിലാണ് അപ്പോൾ വരുന്നത് കേട്ടോ. അതർ ആർക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിവൈഡ് ബൈ 2 വരും. എത്രയാണ് വരുന്നത്? 60 ഡിഗ്രി എന്നും വരും. അപ്പൊ ഇത് എത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ് എന്താണ്? ഇത് സെന്ററിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അർത്ഥവൃത്തം ആവുകയാണെങ്കിൽ അവിടുത്തെ ആംഗിൾ 90 ഡിഗ്രിയാന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക കേട്ടോ. ഈ ഒരു 5 കേസാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണെന്നുള്ളത്. അപ്പൊ ഏതൊരു ആർക്കിൽ എടുത്തു കഴിഞ്ഞാലും അവിടെ സെൻട്രൽ ആംഗിൾ ഉണ്ട്. ദെൻ അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിലെ കോണെന്ന് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. അത് ഏതൊരു സൈഡിൽ അല്ലെങ്കിൽ ഏതൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥവൃത്തത്തിലെ എല്ലാ കോണുകളും എങ്ങനെയായിരിക്കും? സെമി സർക്കിളിലെ എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. നട്ടത്രികോണമായിരിക്കും. പിന്നെ എന്താണ്? ഓൾട്ടർനേറ്റീവ് സൈഡിലെ ആംഗിൾസ് ഒക്കെ എങ്ങനെയായിരിക്കും? അനുപൂരകങ്ങളായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ബാക്കി പാട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്